ഇവരെന്താ എന്നോട് മാത്രം ഇങ്ങനെ പെരുമാറുന്നതെന്ന് ചിലപ്പോഴെങ്കിലും നമ്മളൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ. ഞാനൊരു കഥ പറയാം. ഒരിക്കൽ ഒരു നായക്കുട്ടി തൻ്റെ യജമാനൻ്റെ കൂടെ കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. ഭയങ്കര സന്തോഷത്തിലാണ് നായക്കുട്ടി പോണത്. അങ്ങനെ കൊട്ടാരത്തിലെത്തിയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നായക്കുട്ടി ഒരു കണ്ണാടി മുറി കാണും. അങ്ങനെ നായക്കുട്ടി ആ കണ്ണാടി മുറിയുടെ അകത്ത് കയറും. അവിടെ ചെന്നപ്പോൾ നിറച്ച് നായക്കുട്ടികൾ. അപ്പോൾ ഈ നായക്കുട്ടി ആ നായക്കുട്ടികളെ നോക്കി ചിരിച്ചു. അപ്പം നായക്കുട്ടികൾ തിരിച്ചും ചിരിച്ചു. അപ്പോൾ ഈ നായക്കുട്ടി വാലാട്ടി. അപ്പോൾ നായക്കുട്ടികൾ തിരിച്ചും വാലാട്ടി. അങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ് തിരിച്ച് യജമാൻ്റെ കൂടെ നായക്കുട്ടി വീട്ടിലെത്തിയത്. അപ്പോൾ വീടിൻ്റെ അടുത്ത് ഒരു കുശുമ്പ് പിടിച്ച നായക്കുട്ടിയുണ്ട്. അപ്പോൾ ആ നായക്കുട്ടി വന്നിട്ട് ചോദിച്ചു, നീ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ, എന്താ ഇത്ര സന്തോഷിക്കുകയാണെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ നായക്കുട്ടി പറഞ്ഞു, ഞാനിന്ന് കൊട്ടാരത്തിൽ പോയി, അവിടെ നിറയെ നായക്കുട്ടികളുണ്ടായിരുന്നു, അവരൊക്കെ എന്നെ നോക്കി ചിരിച്ചു, എന്നെ നോക്കി വാലാട്ടി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ നായക്കുട്ടിക്ക് കുശുമ്പ്. അപ്പോൾ ഈ നായക്കുട്ടി ഞാനൊന്ന് കൊട്ടാരത്തിൽ പോയോക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഈ കുശുമ്പ് പിടിച്ച നായക്കുട്ടി ഉണ്ടല്ലോ കൊട്ടാരത്തിലേക്ക് പോയി. ആരും കാണാതെ പേടിച്ചിട്ടാണ് പോണത്. അങ്ങനെ ആരും കാണാതെ കൊട്ടാരത്തിൻ്റെ അകത്ത് കയറി. അവിടെ ചെന്ന് കണ്ണാടി മുറിയുടെ അകത്ത് കയറി. അവിടെ ചെന്നപ്പോൾ എല്ലാ നായക്കുട്ടികളും പേടിച്ചിട്ട് ഈ നായക്കുട്ടീനെ നോക്കുന്നു. അപ്പോൾ ഈ നായക്കുട്ടി മുരണ്ടു. അപ്പോൾ ബാക്കി നായക്കുട്ടികളും മുരണ്ടു. അപ്പോൾ ഈ നായക്കുട്ടി കുരച്ചു. അപ്പോൾ ബാക്കി നായക്കുട്ടികളും തിരിച്ചു കുരച്ചു. അതോടുകൂടി നായക്കുട്ടി പേടിച്ച് പുറത്തേക്ക് ഓടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ പെരുമാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നോ അതുപോലെ നമ്മൾ തിരിച്ചു പെരുമാറുക. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ എത്ര നന്നായിട്ട് പെരുമാറിയാലും കാര്യമില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. അവരോടാണെങ്കിൽ എന്താ പറയുക, ഇഗ്നോർ ദം. അത്രയേ ഉള്ളൂ. നമ്മൾ മൈൻഡ് ചെയ്യാനേ നിൽക്കണ്ട. അപ്പോൾ ഓക്കെ, ബായ്.